വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനിയാണ്. ഇന്നയാണ് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമ്മുടെ നുറുക്ക് ഗോതമ്പും കുറച്ച് പാലും ആവശ്യത്തിന് മധുരവും മാത്രം മതി. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. അപ്പോൾ വേഗം തന്നെ നമ്മുടെ ഈ പുഡിങ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ പുഡിംഗ് തയ്യാറാക്കുന്നതിനായി 3/4 കപ്പ് നുറുക്കോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ വലിയ നുറുക്കോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കാം. ഇതിപ്പോൾ റേഷൻ കടയിൽ നിന്നും കിട്ടിയ നുറുക്കോതമ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിതിപ്പം ഒരു 2-3 വെള്ളം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് കുതിരാനായി വെക്കുകയാണ്. നമ്മളിപ്പോൾ ഇതിലേക്ക് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ഈ നുറുക്കോതമ്പ് നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കാരമൽ സിറപ്പ് ശരിയാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ പച്ചവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളിത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനൊരു ഹൈ ഫ്ലെയിമിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്, നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമ്മളിത് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് കാരമലൈസായി വരണം. ആ കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് വരണം. അപ്പോൾ കരിഞ്ഞ് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിന് കയ്പ്പ് രസം വരും. ഇപ്പം നമ്മുടെ കാരമൽ സിറപ്പ് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മാത്രം മതി. നമുക്കിത് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഈ റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുന്ന കാരമൽ സിറപ്പ് ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്തോട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഞാനിപ്പം ഇതിനകത്ത് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് അതിലേക്ക് കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഇതുപോലൊരു ചിരട്ട വൃത്തിയാക്കി എടുത്താലും നമുക്ക് ഈ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ചിരട്ടയൊക്കെ വൃത്തിയാക്കിയ ശേഷം അതിൽ നന്നായിട്ട് ബട്ടർ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കാരമൽ സിറപ്പ് ഒഴിച്ച് കൊടുത്തേക്കുവാണ്. അത് കഴിഞ്ഞ് അതും ഒന്ന് ചുറ്റിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ഉള്ള കാരമൽ സിറപ്പ് ഇതുപോലൊരു പാത്രത്തിലും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നേരം കൊണ്ട് നമ്മുടെ നുറുക്കോതമ്പ് ഇവിടെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്താണ് ഞാനിപ്പോൾ അരച്ചിരിക്കുന്നത്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിൻ്റെ കൊത്തൊക്കെ ഇല്ലാതെ നല്ല രീതിയിൽ ആ പാല് മാത്രം കിട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഒന്ന് അരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ മിക്സിയുടെ ജാറിനകത്ത് ഒഴിച്ചിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ നന്നായിട്ട് ഒന്ന് ആ പാലൊക്കെ നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ആ പാലൊക്കെ നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് പാത്രത്തിലാണോ പുഡിങ് തയ്യാറാക്കാൻ പോകുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ നുറുക്കോതമ്പിൻ്റെ പാല് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പം കൂടുതൽ പാല് ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ ആ 1 കപ്പ് വെള്ളത്തിന് പകരം പാല് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം, നല്ല രീതിയിലൊന്ന് കുറുകി കിട്ടണം. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ചൂടായി വരാനായിട്ട് കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ടാണ് ഇത് വേവിക്കുന്നത്. അതിനുശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ട കെട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാനിപ്പം മൊത്തത്തിൽ 5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം. ഫുഡ് കളറിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് മഞ്ഞൾപ്പൊടി തന്നെയാണ്. അപ്പോൾ ഒരുപാട് ചേർക്കരുത്, മഞ്ഞളിൻ്റെ ആ ഒരു കുത്തൽ വരും, അതൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ കളറിന് വേണ്ടിയിട്ട് ഒന്നും ചേർത്തില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല, വെള്ള കളറിലിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് വാനില എസൻസ് ആണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. 1 നുള്ളു ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുറുകി വരട്ടെ. അതുവരെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. നമ്മളിപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് ക്രീമോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. എന്നാൽ തന്നെ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നുറുക്കോതമ്പെന്ന് പറയുമ്പോൾ തന്നെ നല്ല ഹെൽത്തി ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കണം, അവർക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഒരുപാട് കട്ടകളൊന്നും ആയി പോകണ്ട. നല്ല രീതിയിലൊന്ന് കുറുകി വന്നതിന് ശേഷമാണ് നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്.
അപ്പോൾ ഇതാണ് നമ്മളുടെ നുറുക്ക് ഗോതമ്പിൻ്റെ പരുവം. ഈ ഒരു പരുവത്തിലായിക്കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് വെക്കണം. ഒരുപാട് തണുത്തൊന്നും പോവണ്ട. ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് ഒഴിച്ച പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും പരുവത്തിലാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തീരെ അങ്ങ് തണുത്ത് കട്ടയായി പോവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ ചിരട്ടയ്ക്കകത്തും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചൂടാറി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ ഒരുപാട് വലിയ ചൂടോടെ ഒഴിക്കുകയും വേണ്ട. അപ്പോൾ ചിരട്ടയ്ക്കകത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് തണുത്ത് വരണം. അതിന് ശേഷമാണ് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 3 മണിക്കൂറെങ്കിലും വെക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോഴാണ് കറക്റ്റ് പരുവായി കിട്ടുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പുഡിങ്ങാണ്, നല്ല ടേസ്റ്റിയാണ്. ഒരുപാട് വലിയ പണികളും ഒരുപാട് വലിയ സാധനങ്ങളും ഒന്നും വേണ്ട. നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ അലുമിനിയം ഫോയിൽ യൂസ് ചെയ്താണ് കവർ ചെയ്തത്. ഇപ്പം നമ്മുടെ പുഡിങ്ങൊക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിൽ തന്നെ ഇത് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. എല്ലാം വളരെ വേഗത്തിൽ തന്നെ നമുക്കിതുപോലെ വിട്ട് കിട്ടും. ഇപ്പം നമ്മൾ ചിരട്ടയ്ക്കകത്ത് തയ്യാറാക്കി വെച്ചിരുന്നതും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് അൺമോൾഡ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഒറ്റയ്ക്ക് ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതിയാകും. ഞാനിപ്പോൾ ഇതൊന്ന് മുറിക്കുകയാണ്. എത്ര സോഫ്റ്റാല്ലേ! ആ കാരമൽ സിറപ്പിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നെ മറക്കാതെ അറിയിക്കണം. ഇന്നത്തെ നമ്മുടെ ഈ പുഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.